അപ്പം സ്തോത്രം, അവിടെ എഴുതി ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. എന്നിട്ട് മിഥുനയ്ക്ക് പോകാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവോ അവരെ എന്ത് ചെയ്തില്ല? സമ്മതിച്ചില്ല. സ്തോത്രം. അപ്പം ആസിയയിലും പോകണ്ട, മിഥുനയിലും പോകണ്ട, പിന്നെ ഇനി എങ്ങോട്ട് പോകണം? അങ്ങനെ പൗലോസ് കിടന്നുറങ്ങുമ്പോൾ, ഇനി ആ ദൂതിലോട്ട് വരുന്നേ, രാത്രിയിൽ പൗലോസിന് ഒരു ദർശനം ഉണ്ടായി. സ്തോത്രം. ഞാൻ നിങ്ങളോട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കേട്ടെ. ദൈവത്തിൻ്റെ പദ്ധതി ദൈവമക്കൾക്ക് കൈമാറാനായിട്ടാണ് ദൈവവചനം, പ്രവചനം, സ്വപ്നം, വെളിപ്പാട്, ദർശനം ഇതെല്ലാം വെച്ചിരിക്കുന്നത്. എന്നോട് പറയാം, ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി, ദൈവത്തിന് സ്തോത്രം, ആമേൻ, നടത്തി തരുവാനും നിന്നെ അറിയിക്കാനുമാണ് ദൈവം തൻ്റെ വചനം തന്നിരിക്കുന്നത്, പ്രവചനം തന്നിരിക്കുന്നത്, വെളിപ്പാട് തന്നിരിക്കുന്നത്, സ്വപ്നം തന്നിരിക്കുന്നത്, ദർശനം തന്നിരിക്കുന്നത്. സ്തോത്രം. ഇതൊക്കെ നാം ഈ സ്തോത്രം പൗലോസിൽ ഉണ്ടായിരുന്നെന്ന് പറയാനല്ല, ഇത് നീയും പ്രാപിക്കണം. സ്തോത്രം. ഇന്നിവിടുന്ന് പോകുന്നതിന് മുമ്പ് ജീസസ് നിന്റെ അകത്ത പരിശുദ്ധാത്മാഭിഷേകം മാത്രമല്ല, ഭാവി പദ്ധതിയെക്കുറിച്ചുള്ള ദർശനം കൂടെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഇന്നിവിടെ ഇരിക്കുന്നവർ എഴുന്നേറ്റ് പോകാവും. ദർശനമുള്ള നിന്നെ തടയാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. ഇന്ന് ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ അകത്ത് എല്ലാ കൃപാവരങ്ങളും ഒരുപോലെ ജ്വലിക്കട്ടെ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഭിഷേകം പ്രാപിക്കാത്ത ചിലര് ഇന്നത്തെ പ്രാർത്ഥനയിൽ അഭിഷേകം പ്രാപിക്കണം. ഓ ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ഇതുവരെ നീ പ്രാപിക്കാത്ത മറ്റൊരാത്മതലം ഇവിടെ ഓപ്പണായി വരുക. നിന്റെ വീട് സാത്താന്റെ സാത്താന്യ ശക്തി അരങ്ങേറുന്ന സ്ഥലമല്ല. നിന്റെ വീട് കൃപാവരങ്ങളുടെ പകർച്ച. ഓക്കേ, അപ്പം നിങ്ങൾ നമുക്ക് ദൂതിലോട്ട് വരാം. സ്തോത്രം. ആസിയയ്ക്ക് പോകരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. ആസിയയിൽ ഇപ്പം വചനം പ്രസംഗിക്കണ്ട. സ്തോത്രം. മിഥുനയ്ക്ക് പോകാൻ ശ്രമിച്ചു, പക്ഷെ ആത്മാവ് എന്ത് ചെയ്തു? സ്തോത്രം. അവിടെ എഴുതിയിരിക്കുക, ആത്മാവ് സമ്മതിച്ചില്ല. അങ്ങനെ രാത്രി ദൈവത്തിന് സ്തോത്രം പൗലോസ് ത്രോമാസിൽ ഉറങ്ങുകയാണ്. സ്തോത്രം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങളും ദർശനങ്ങളും വെളിപ്പാടുകളും കിട്ടുന്നത് ഉറക്കത്തിലാണ്. സ്തോത്രം. ഒന്നുകൂടെ പറയാം. ഉറക്കത്തിൽ എന്തൊക്കെ കിട്ടും? സ്വപ്നം, ദർശനം, വെളിപ്പാട്. ഹലോ, ഇപ്പൊ ഇവിടെ നിന്ന് യോഗത്തിൽ നിന്ന് തൂങ്ങി വെച്ച് വെളിപ്പാട് കാണുവാന്നൊന്നും പറയരുത്. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഉറക്കത്തിൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ? ദർശനം, സ്വപ്നം, വെളിപ്പാട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. രാത്രി ഉറങ്ങുമ്പം വീടിന് ചുറ്റും ചങ്ങല ശബ്ദമല്ല കേൾക്കേണ്ടത്, നീ ദൈവത്തിൽ നിന്ന് ദർശനം പ്രാപിക്കണം. ഒരാമീൻ പറഞ്ഞാട്ട്. രണ്ടിടത്ത് നിന്നെ തടഞ്ഞെങ്കിൽ മൂന്നാമതൊരിടത്തോട്ട് നിന്നെ വിടാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ട്. ആ പദ്ധതി നിനക്ക് കൈമാറാൻ ഒരു ദർശനം വേണം. സ്തോത്രം. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവസഭയുടെ ഏറ്റവും വലിയ പരാജയം എവിടാന്നറിയോ? ദൈവത്തിൽ നിന്നുള്ള ദർശനം എന്ന് സഭയ്ക്ക് നഷ്ടപ്പെട്ടോ അന്ന് സഭ പരാജയത്തിലായി. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വേദപുസ്തകത്തിൻ്റെ സിസ്റ്റം നിങ്ങൾ പഠിക്കണം. ബൈബിളിൻ്റെ സിസ്റ്റം അത് പഠിച്ചാലേ നിങ്ങൾക്ക് ഈ ദൂത് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ലേഖനം എഴുതിയ പൗലോസിൻ്റെ ചരിത്രത്തെ ഒന്ന് തൊടാം. പ്രസംഗിക്കുന്നില്ല, തൊടുക. പൗലോസിനെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവം സന്ദർശിച്ചു. പൗലോസ് പോയ മൃഗത്തിന്റെ മണ്ടയ്ക്കൊന്ന് താഴെ വീണു. സ്തോത്രം. വീണപ്പോൾ അവന് എന്ത് സംഭവിച്ചു? അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവൻ്റെ ആത്മീയ കാഴ്ചപ്പാടുണ്ട്. കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നു പറഞ്ഞവൻ്റെ ജഡീക കണ്ണ് ദൈവം സ്തോത്രം കുത്തിപ്പൊട്ടിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇവനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് ഒരു വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഈ കുറേ വർഷം പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനയെല്ലാം കൂടെ അവനൊരു 3-4 ദിവസം കൊണ്ട് അങ്ങ് പ്രാർത്ഥിച്ചു തീർത്തു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവൻ്റെ കണ്ണ് നഷ്ടപ്പെട്ട ഇവൻ്റെ കാഴ്ച തിരിച്ചു കൊടുത്ത്
ഇവനൊരു ശുശ്രൂഷ കൊണ്ടെന്ന് ഇവനെ അറിയിക്കണമെങ്കിൽ ആ ദേശത്ത് ദർശനമുള്ള ഒരു അനന്യാസ് വേണം. ഞാൻ പറയാം, പല ദൈവിക പദ്ധതികളും ദർശനമില്ല എന്ന ഏക കാരണത്താൽ പലതും പെൻഡിങ്ങിൽ വെച്ചിരിക്കുക. ഇതിനകത്തുനിന്ന് ചില ദർശകർ എഴുന്നേക്കണം, ഇതിനകത്ത് ചില പ്രവാചകന്മാർ എഴുന്നേക്കണം, ഇതിനകത്തുനിന്ന് ചില മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. എനിക്കറിയാം, ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് ബ്രദർ, നിന്റെ കുടുംബത്തെ കുറിച്ച് ആമോസ് പ്രവചിക്കുന്നുണ്ട്. പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ അവൻ ദേശത്തൊന്നും ചെയ്യത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ പറ. ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ ദൂത് പറയുക, നിനക്ക് ഉറക്കത്തിൽ ദൈവം ദർശനം തരട്ടെ. അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പം പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുക, കർത്താവേ എനിക്ക് ഇന്നൊരു ദർശനം. എത്ര പേര് പ്രാർത്ഥിക്കും ഇന്ന് തൊട്ട്, കർത്താവേ ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്കൊരു എന്നോട് ദൈവം പറയാം ഭാവികാല പദ്ധതികൾ. സ്തോത്രം. അനന്യാസിൻ്റെ അടുക്കൽ ദൈവം ചെന്നിട്ട് പറയുകയാണ്, അനന്യാസേ നീ ഇപ്പോൾ പോണം. സ്തോത്രം. അപ്പോസ്തലർ 9-ാം അധ്യായം ഒന്നെടുത്തേ. നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ ഞാനൊന്ന് മനസ്സിലാക്കി തന്നേച്ച് ഞാൻ ആ ഭാഗത്തൊന്ന് പോരാ. 9-ാം അധ്യായത്തിൽ ഒരു വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദൈവത്തിന് സ്തോത്രം. 10-ാമത്തെ വാക്യം, 9-ാം അധ്യായം 10-ാം വാക്യം വായിച്ചു. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവെ, അടിയൻ ഇതാ എന്ന് അവൻ വിളിക്കുന്നു. ഞാൻ ചോദിക്കുക, ദൈവം ശൗലെന്ന് പറയുന്ന ആളിന്റെ മേൽ പകുതി പ്രവൃത്തി ചെയ്ത് നിർത്തിയിരിക്കുക. അടുത്ത പകുതി ചെയ്യാൻ ഇനി ആരെ വേണം? ഒന്ന് പറഞ്ഞേ. പല വീടുകൾക്കകത്തും ദൈവം പകുതി പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു. പകുതി ചെയ്യാൻ നിന്നെ വേണം, നിന്നെ വേണം. നീ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് ദേശമെല്ലാം പറഞ്ഞോട് നടക്കരുത്. നീ മുട്ടയിലിരുന്ന് ദർശനം പ്രാപിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, ദൈവം തുടങ്ങി വെച്ച പലതും നിന്നെ കൊണ്ട് പൂർത്തീകരിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് പ്ലാനുണ്ട്. സ്തോത്രം. ഞാൻ ആ ദൂതൊന്ന് മനസ്സിലാക്കി തരുമ്പം നിങ്ങൾക്ക് ഇച്ചിരിയുടെ കാര്യങ്ങൾ മനസ്സിലാകും. നിങ്ങൾ ശ്രദ്ധിക്കേ. എന്നാൽ അനന്യാസ് എന്ന പേരുള്ളൊരു ശിഷ്യൻ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ. ഞാൻ ചോദിക്കുക, അനന്യാസ് റവറന്റ് ആയിരുന്നോ? ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നോ? വളരെ മിണ്ടാത്ത തന്നെ ഒന്നുമില്ല. പക്ഷെ എന്തോ ഉണ്ടായിരുന്നു, ആ ദർശനം ഉണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. സ്തോത്രം. നീ ലോകം പറയുന്ന ഒരു ക്വാളിഫിക്കേഷനും നിനക്കില്ലെങ്കിലും നിനക്ക് ദർശനം ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. 10-ാമത്തെ വാക്യം. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവെ, അടിയൻ ഇതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കാം. അവൻ പ്രാർത്ഥിക്കുന്നു. ആര് പറയാ? കർത്താവ് പറയുക, അവന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നീ അവിടെ വരെ ചെന്നാ മതി, ബാക്കിയെല്ലാം സെറ്റാ. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്നേരം അനന്യാസ് പറഞ്ഞു, ഞാൻ കേട്ടത് ഇവൻ പ്രയർ മുടക്കുന്നവനായിരുന്നു. ഇപ്പം ഞാൻ അവനെ പ്രാർത്ഥിക്കുന്നവനാക്കി. പക്ഷെ ഇനി അവനെ പുറത്തെടുക്കണമെങ്കിൽ നിന്നെ വേണം. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം, നിന്റെ വീടിന്റെ രക്ഷയ്ക്ക് നിന്നെ വേണം. നിന്റെ ദേശത്തിന്റെ വിടുതലിന് നിന്നെ വേണം. യേശുവിന്റെ നാമത്തിൽ ദർശനമുള്ള നിന്നോടാ ദൂത്. ഇന്ന് നീ പ്രാർത്ഥിക്കുന്ന നിന്റെ അകത്ത് ആ